നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം നക്ഷത്ര ഹോട്ടലുകളുള്ള ഒരു സംസ്ഥാനം കേരളമാണ് എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് പഞ്ചനക്ഷത്ര ഹോട്ടലുകളുണ്ട്. ലോകമെമ്പാടും പരന്നു കിടക്കുന്ന എത്രയോ വൻകിട ഹോട്ടൽ ഗ്രൂപ്പുകളുണ്ട്. അവരെല്ലാവരും തന്നെ ഭൂമിയിലാണ് ഹോട്ടലുകൾ പണിയുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു പുതിയ വാർത്ത വരുന്നത് ചന്ദ്രനിൽ നക്ഷത്ര ഹോട്ടൽ വരാൻ പോകുന്നു എന്നുള്ളതാണ്. അധികം സമയമെടുക്കില്ല, 2032 അതായത് 6 വർഷം കഴിയുമ്പോൾ അവിടെ ഒരു ഹോട്ടൽ ഉയരും എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത. ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഇതിനായി മുൻകൈയെടുത്ത് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഈ പ്രസ്ഥാനം തുടങ്ങിയ ആളാകട്ടെ വെറും 22 വയസ്സുകാരനാണ്. അമേരിക്കൻ സ്റ്റാർട്ടപ്പായ ഗാലക്റ്റിക് റിസോഴ്സ് യൂട്ടിലൈസേഷൻ സ്പേസ് എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. ഇതിൻ്റെ സ്ഥാപകൻ്റെ പേര് സ്കൈലർ ചാൻ എന്നാണ്. ഇവർ പറയുന്നത് ഇതൊരു പുതിയ അനുഭവമായിരിക്കുമെന്നാണ്. ഇപ്പോൾ തങ്ങൾ തുടങ്ങാൻ പോകുന്നത് ഒരു നക്ഷത്ര ഹോട്ടലാണ് എങ്കിൽ പോലും, ഒരു റിസോർട്ടാണ് എങ്കിൽ പോലും, ഭാവിയിൽ ഇത് വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് വഴിവെക്കും എന്നാണ്. അതായത് അവിടെ നമുക്ക് കോടിക്കണക്കിന് ആളുകൾക്ക് ഒരു കാലത്ത് പോയി ചന്ദ്രനിൽ മാത്രമല്ല ചൊവ്വയിലും പോയി താമസിക്കാനുള്ള സംവിധാനം ഒരുക്കും എന്നാണ്. ഇത് അതിലേക്കെല്ലാം തന്നെ വഴിവെക്കുന്ന ഒന്നായിരിക്കും എന്നാണ് ഇതിൻ്റെ സ്ഥാപകനായ ചാൻ പറയുന്നത്. അദ്ദേഹം പറയുന്നത് താൻ കുട്ടിയായിരുന്ന കാലത്ത് ബഹിരാകാശത്ത് പോകാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു എന്നാണ്. എന്നാൽ മുതിർന്നപ്പോഴാണ് മനസ്സിലായത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്ന്. എന്നാൽ പിന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ബിസിനസ് തുടങ്ങി നന്നായി കാശ് കയ്യിൽ വന്നപ്പോൾ ഒരു ചിന്ത വന്നു, എന്തുകൊണ്ട് സ്പേസിൽ ബഹിരാകാശത്തിൽ ചന്ദ്രനിൽ ഒരു ഹോട്ടൽ തുടങ്ങിക്കൂടാ എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ നക്ഷത്ര ഹോട്ടൽ ചന്ദ്രനിൽ വരാൻ പോകുന്നത്. മാത്രമല്ല അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മുറിയിൽ കിടന്നുകൊണ്ട് തന്നെ നക്ഷത്രങ്ങളെ തൊട്ടടുത്ത് നമുക്ക് കാണാം. നക്ഷത്രങ്ങളുടെ ചുറ്റുമാണ്, നക്ഷത്രങ്ങൾക്കിടയിലാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ മുറികളുടെ ജനാലകളൊക്കെ തന്നെ നക്ഷത്രങ്ങളുമായി വളരെ അടുത്ത് നിന്ന് കാണുന്ന തരത്തിലാണ് ക്രമീകരിക്കാൻ പോകുന്നത്. തുടക്കത്തിൽ 4 അതിഥികൾക്ക് മാത്രമാണ് അവിടെ താമസിക്കാൻ കഴിയുക. എന്നാൽ ഭാവിയിൽ ഇതിൻ്റെ ഹോട്ടലിൻ്റെ 2ാം ഘട്ട നിർമ്മാണം ആരംഭിക്കുമ്പോൾ 10 പേർക്ക് താമസിക്കാനുള്ള സംവിധാനം ഒരുക്കും എന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ താമസിക്കുന്നതിൻ്റെ ചിലവിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത്ര ചെറിയ കാര്യമല്ല. നിങ്ങൾക്ക് ഇവിടെ ഒരു മുറി വേണമെങ്കിൽ അത് ആദ്യം ബുക്ക് ചെയ്യുമ്പോൾ തന്നെ $1 മില്യൺ അവിടെ അടയ്ക്കേണ്ടി വരും. നിങ്ങളുടെ താമസം എല്ലാം കൂടിയൊക്കെ പൂർത്തിയായി വരുമ്പോൾ ഒരു $10 മില്യൺ വീണ്ടും ബില്ലാകും എന്നാണ് ഇവർ ഇപ്പോൾ പറയുന്നത്. അതായത് ശതകോടീശ്വരന്മാർക്ക് മാത്രമേ ഇവിടെ പോയി താമസിക്കാൻ കഴിയുകയുള്ളൂ. എങ്കിൽ പോലും പണമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു വളരെ സുഖകരമായ അനുഭവമായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാണ് ഈ കമ്പനിയുടെ ഉടമസ്ഥന്മാർ പറയുന്നത്. ഏതായാലും ഇതൊരു വലിയ സംരംഭമായി മാറുമെന്നും ഭാവിയിൽ ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ തന്നെ വലിയ നഗരങ്ങൾ ഒരുങ്ങുമെന്നൊക്കെയുള്ള നമ്മുടെ സങ്കല്പത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഒരു ദൗത്യത്തിനായി തങ്ങൾ ഇറങ്ങി പുറപ്പെട്ടതെന്നാണ് ഇവർ പറയുന്നത്. ഭൂമിയിൽ വെച്ച് തന്നെ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി ബഹിരാകാശത്ത് കൊണ്ടുപോയി സ്ഥാപിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത് ആദ്യഘട്ടത്തിൽ. 2ാം ഘട്ടത്തിൽ ചന്ദ്രനിൽ തന്നെ ലഭ്യമായ അവിടുത്തെ പാറക്കല്ലുകളും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, അവിടുത്തെ കിട്ടുന്ന അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹോട്ടൽ നിർമ്മിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അടുത്ത പരീക്ഷണഘട്ടം. ഇതെല്ലാം പരീക്ഷണങ്ങളാണെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക. അതുകൊണ്ട് തന്നെ ഇതത്ര എളുപ്പത്തിൽ സാധിക്കുമെന്ന് കരുതാൻ കഴിയുകയില്ല. ഈ 6 വർഷം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയൊരു കാലാവധിയാണ്. ബഹിരാകാശത്ത് ഒരു ഹോട്ടൽ നിർമ്മിക്കാൻ വെറും 6 വർഷം കൊണ്ട് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എങ്കിൽ പോലും ചാനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ആവേശത്തിലാണ്. എന്ത് വന്നാലും തങ്ങൾക്ക് ചന്ദ്രനിൽ ഒരു ഹോട്ടൽ തുടങ്ങണം, നക്ഷത്ര ഹോട്ടൽ. അത് ഗംഭീരമായിരിക്കണം. അവിടെ വരുന്ന അതിഥികൾക്ക് നക്ഷത്രങ്ങളെ അടുത്ത് കാണണം. നക്ഷത്രങ്ങൾക്കിടയിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു കാലം. നമ്മൾ സങ്കല്പത്തിലും സ്വപ്നത്തിലും ഗാനങ്ങളിലുമൊക്കെ നമ്മൾ പറയാറുണ്ട്, നമ്മൾ സ്വപ്നത്തിൽ നക്ഷത്രങ്ങൾക്കിടയിൽ കിടന്നുറങ്ങിയെന്നൊക്കെ. പക്ഷേ ശരിക്കും യഥാർത്ഥത്തിൽ നമുക്ക് നക്ഷത്രങ്ങൾക്കിടയിൽ കിടന്നുറങ്ങാനുള്ള ഒരവസരമാണ് ഇതിലൂടെ ഇപ്പോൾ കമ്പനി ഒരുക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ഇതിൻ്റെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കാം. നമ്മുടെ നാട്ടിലെ മാത്രം ലോകത്തെമ്പാടുള്ള ശതകോടീശ്വരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടംപോലെ പണം കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പുതിയ പരീക്ഷണങ്ങൾക്ക് വിധേയരാകാനും കഴിയും. പക്ഷേ ഇത് നിർമ്മിക്കുമ്പോൾ ഇതിന് ഒരുപാട് സാങ്കേതിക സംവിധാനങ്ങൾ മുൻകരുതലെടുക്കേണ്ടി വരും. വായുവും ജലവും എല്ലാം തന്നെ ഇവിടെ റീസൈക്കിൾ ചെയ്യേണ്ടി വരും. താപനില നിയന്ത്രിക്കണം. വേറെ ഒരുപാട് ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ശരിയായത് സോളാർ കൊടുങ്കാറ്റുകളിൽ നിന്ന് രക്ഷപ്പെടണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അതെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും ഈ ഹോട്ടൽ ആളുകൾക്കായി തുറന്നു കൊടുക്കുക എന്നാണ് ഇതിൻ്റെ സംഘാടകർ പറയുന്നത്. ഏതായാലും നമുക്കും പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം. ഭാവിയിൽ ഒരുപക്ഷെ നമ്മുടെ അടുത്ത തലമുറയ്ക്കൊക്കെ തന്നെ ഇന്ന് നമ്മൾ ഏതെങ്കിലും ഒരു റിസോർട്ടിലോ ടൂറിസ്റ്റ് കേന്ദ്രത്തിലോ പോകുന്നത് പോലെ സ്പേസിലും പോയി താമസിക്കാനുള്ള ഒരവസരം ഉണ്ടാകും എന്ന് തന്നെയാണ് പൊതുവെ നമുക്ക് വിശ്വസിക്കാനും ഇഷ്ടം.